കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ പേര് ശകുന്തള ദേവി. നിങ്ങളുടെ മകൾ രാധികയെ എന്റെ മരുമകളാക്കാൻ സമ്മതമാണോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഇതൊക്കെ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ്. ഒരു നല്ല കാര്യം ആലോചിക്കുമ്പോൾ മുഹൂർത്ത സമയം നോക്കണം. നല്ല മുഹൂർത്തത്തിൽ മാത്രമേ ഞാൻ അകത്തേക്ക് വരൂ. ഇനി അകത്തേക്ക് വരാം. വരൂ. ഇനിയെങ്കിലും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറഞ്ഞൂടെ? സീക്രട്ട് എന്ന് വെച്ചാ സീക്രട്ട്. ഒന്ന് വെയിറ്റ് ചെയ്യ. രാധിക, എങ്ങോട്ടാ പോകുന്നെന്ന് പറയാതെ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിനക്ക് വല്ലാതെ ദേഷ്യം വരുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഈ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നിനക്ക് സന്തോഷമായെന്ന് എനിക്ക് തോന്നേ. എന്താ ശരിയല്ലേ? അമർ, എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി. എനിക്കിപ്പോ ഒരുപാട് ഒച്ചത്തില് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പ്രണയം എന്നത് രണ്ട് മനസ്സുകൾ തമ്മിൽ കൈമാറുന്നത് മാത്രമല്ല, തന്റെ മനസ്സ് മനസ്സിലാക്കി അത് നിറവേറ്റുന്നതുമാണ്. ഈ ക്ഷേത്രം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ തന്നെ എന്നെ ഇത്രയും ദൂരം നീ കൊണ്ടുവന്നെങ്കിൽ എന്നെ നിനക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഓരോരുത്തരുടെ ഉള്ളിലുള്ള സ്നേഹം സ്വന്തം അമ്മയിൽ നിന്ന് ആരംഭിക്കുന്നേ. എനിക്കും അങ്ങനെ തന്നെയാ തുടങ്ങിയത്. ഈ സ്നേഹത്തിന്റെ അർത്ഥം അമ്മയുടെ താരാട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ ഒരു ദേവതയെ പോലെ കാണുന്നത്. രാധിക, നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ഈ ക്ഷേത്രം വലിയ ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ചോറൂണ് നടത്തിയത് ഇവിടുന്ന. ഈ അമ്പലത്തിനും എനിക്കും തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാ ഒരിക്കൽ നീ ഈ അമ്പലം കാണണമെന്ന് പറഞ്ഞപ്പോ എൻ്റെ അമ്മ എന്നോട് പറയുന്ന പോലെ തോന്നിയത്. സോ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നീ അമ്പലം കണ്ടതും എക്സൈറ്റഡ് ആയി സന്തോഷിച്ചില്ലേ? എന്റെ അമ്മയെ സന്തോഷിപ്പിച്ച പോലെ ഒരു ഫീലാ എനിക്ക്. നിന്റെ സംസാരം, നിന്റെ രീതി, നിന്റെ സ്വഭാവം, പിന്നെ നീ എന്നെ സ്നേഹിക്കുന്ന കാര്യത്തില്, ഇതെല്ലാം കാണുമ്പോ എന്റെ അമ്മയെ പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാ എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് നീ വരുമെന്ന് ചോദിക്കുന്നേ. നീ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് നിന്റെ അമ്മയോളം സ്ഥാനം കൊടുക്കണമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ തീർത്തും ഭാഗ്യവതിയാണ് അമർ. നിന്നെ പോലെ ഒരാളെ പ്രണയിക്കുന്നത് ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അമർ. നമ്മൾ രണ്ടുപേരും ആദ്യം എവിടെ വെച്ചാ കാണുന്നെന്ന് ഓർമ്മയുണ്ട് നിനക്ക്? എന്തിനാ ഇങ്ങനെ പറയുന്നേ? അതൊക്കെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അതെപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ?
ഡേയ്, നിങ്ങൾ ആരാടാ അമർ? ഞാനാ സർ. ഇവനെ അടിച്ചത് നീയാണോടാ? സർ, ഇത് കോളേജാ. എല്ലാവരും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ. ആരും അടിയുണ്ടാക്കാൻ വരാറില്ല. എന്റെ ഈ വക്രബുദ്ധി പോലീസുകാരന്റെ അടുത്ത് കാണിക്കണ്ട. ഇവരെ നീ തല്ലിയോ ഇല്ലേ? അടിച്ചോന്നോ? എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇവനെ വിടരുത് സാർ. സർ, ഞാൻ അവനെ അടിച്ചു എന്നാ പറയുന്നേ. എന്നാ ഞാൻ പറയാൻ ഞാൻ അവനെ അടിച്ചിട്ടില്ലാന്ന്. ഞാനും അവനും അല്ലാതെ മറ്റേതെങ്കിലും സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ടോന്ന് സാറൊന്ന് ചോദിച്ചു നോക്ക്. സ്റ്റുഡൻസ് എല്ലാവരും ഒന്നിങ്ങി വന്നേ. ഈ അമർ ഇവരാരെങ്കിലും അടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങളോടാ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞു. ഇല്ല സർ, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. സ്റ്റുഡൻസ്, തെറ്റ് ചെയ്തവരെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഇന്ന് നിങ്ങൾ ഇത് കണ്ടില്ല എന്ന് അടിക്കുവാണെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ തെറ്റ് ഇവൻ ചെയ്യും. ഇല്ല സർ, ഇവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. നിങ്ങൾക്കാർക്കും ഒരു ധൈര്യവും ഇല്ലേ? ആർക്കും സാക്ഷി പറയാൻ വയ്യ അല്ലേ? സർ, ഞാൻ കണ്ടിരുന്നു സർ. ഇവനാണ് തല്ലിയത് സർ. ഇവൻ ഉപദ്രവിച്ചത് ഞാൻ കണ്ടിരുന്നു സർ. ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി നിന്നെ പിടിച്ച് അകത്താക്കാൻ, മനസ്സിലായോ? സർ 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 പ്ലീസ് സർ. ഇവൻ ആരെങ്കിലും support സർ, ചെയ്താൽ അവരെ എല്ലാവരെയും പറയുന്നില്ല സർ. ഇത് ഹലോ, എന്താ നീ വല്ല വേറെ ആൺകുട്ടികളെ കയറ്റി വിട്ടു. അതറിഞ്ഞ പാടെ തന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന അമർ വന്ന് അവന്മാരെ ഓടിച്ചിട്ട് തല്ലി.
ഡാ അമർ, ഡാ അമർ, എന്ത് പറ്റിയടാ നിനക്ക്? എടാ, എന്തെടാ? എന്ത് കാര്യം പറയുന്നേ? എനിക്ക് വേദന സഹിക്കാൻ എടാ, കഴിയുന്നില്ല. കാര്യം എന്താണെന്ന്? ദേഹമെല്ലാം ഭയങ്കര വേദന. നിന്നെ ഉപദ്രവിച്ചോ അവര്? അമർ എന്താ ചിത്ര ഇത്? അവര് വെറുതെ കൊണ്ടുപോയതല്ല, അടിച്ച് പഞ്ചറാക്കി കളഞ്ഞു എന്നെ. പോലീസുകാരന്മാരുടെ അടിയെ കുറിച്ച് നിനക്ക് അറിയത്തോണ്ടാ? എന്റെ അമ്മേ, എടാ, സൂക്ഷിച്ച്. നോക്കിയിരിക്കണ്ടേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചിത്രം അവരെന്നെ എന്തുമാത്രം അടിച്ചെന്നറിയോ നിനക്ക്? എന്റെ അമ്മേ, നിങ്ങളെല്ലാം കൂടി എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. താങ്ങാൻ പറ്റുന്നില്ല ഈ വേദന. അടിച്ച് പരിപ്പിളക്കിയവന്മാര്. എടാ, നീ ഇത് കണ്ടോ? ചിത്ര, ഇത് കാണുന്നുണ്ടോ നീ? എന്നെ കൊണ്ട് എടാ, സാരമില്ല, പോട്ടെ. പ്ലീസ് കൺട്രോൾ. ഐ എം സോറി അമർ. ആക്ച്വലി ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഐ എം വെരി സോറി. കുട്ടി എന്താ പറഞ്ഞേ? എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. ഡാ, ഡാ, എന്തായി കാണിക്കുന്നേ നീ? എന്ത് പറ്റിയത്? നിനക്ക് എന്താ പറ്റിയേ? അയ്യോ, എന്റെ അമ്മേ. എടാ, നിനക്ക് എന്ത് പറ്റി? അയ്യോ, എടാ, അമർ, അമ്മേ. എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് ഫുഡ് വാങ്ങിച്ച് കാര്യം തരാം. പറയ്. വിശന്നിട്ട് വയ്യ. വയറ് കത്തി പിടിക്കുക. ആയിട്ടുണ്ട്. വേറെ എന്ത് ഞാൻ സഹിക്കും? വിശപ്പ് സഹിക്കാൻ എന്നെ കൊണ്ട് നമുക്ക് പറ്റില്ല. എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് എത്രയും പെട്ടെന്ന് നീ ഒന്ന് ഫുഡ് വേണം. അടങ്ങ്. വേഗം വാങ്ങിച്ചു താ, അല്ലെങ്കിൽ ഞാനിപ്പോ നീ ഒന്ന് ചാത്തു പോവും. വെയിറ്റ് ചെയ്യ്. അയ്യോ, നിങ്ങൾ നോക്ക്, എനിക്ക് വേഗം ഫുഡ് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാവും. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ, എനിക്ക് വിശക്കുന്ന. വേഗം വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഓർഡർ ചെയ്യോ, വേഗം ആവട്ടെ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും എന്താ? അളിയാ, കൂടാവ്. അയ്യോ, എടാ, എനിക്ക് നമുക്ക് എന്തെങ്കിലും വിശക്കുന്നേ. ചെയ്യാം. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലേ? സമാധാനിക്ക്. അയ്യോ, എന്റെ വയറ് വേദനിക്കുന്ന, വിശന്നിട്ട് വയ്യാ. കഴിക്ക്. കുഴപ്പമില്ല, കഴിച്ചോളൂ. കുട്ടി സൂപ്പറാണ് കേട്ടോ. എന്താന്ന് വെച്ചാ തെറ്റ് എവിടെ കണ്ടാലും പ്രതികരിക്കുകയും ചെയ്യും. വിശക്കുന്നവനും ഉടനടി ആഹാരം കൊടുക്കുകയും ചെയ്യും. സത്യമായി നിങ്ങൾ ഒരു രക്ഷയുമില്ല. ശരി ശരി, കഴിക്ക്. അടിച്ച് ശരിയാക്കി കളഞ്ഞു. കൈയൊക്കെ നേറിയിട്ട് വയ്യ. കഴിക്ക്. കുട്ടിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമോ? എന്താ? ഒന്നുമില്ല. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ പറ്റി തന്റെ ഒപ്പീനിയൻ എന്താ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റോ? എനിക്ക് അത്തരം കാര്യങ്ങളുടെ വിശ്വാസമൊന്നുമില്ല. എനിക്കും പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ തന്നെ കണ്ടതും അമ്മേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റില് എന്തോ വലിയ വിശ്വാസം വന്നു എനിക്ക്. എന്താ? ഐ ലവ് യു എന്ന്.
കഴിക്ക് കുട്ടി എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരുമോ? കഴിക്ക്. ആദ്യം എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമല്ലെന്ന് പറയേ. വിശക്കുന്നെന്ന് പറഞ്ഞതല്ലേ, കഴിക്ക്. ഉത്തരം പറയേ. കഴിക്കാനല്ലേ പറഞ്ഞ? ആദ്യം മറുപടി പറയേ. എന്തിന്? കോളേജിൽ ഇത്രയും പേരുള്ളപ്പോ ഞാനെന്തിനാ? ഒരമ്മയുടെ സ്ഥാനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ കണ്ട ഉടനെ എൻ്റെ അമ്മയെ ഓർമ്മ വന്നത്. ആ ധൈര്യം, ആ സ്നേഹം, ആ വാത്സല്യം, പിന്നിതാ ഇതുപോലുള്ള പുഞ്ചിരി. അങ്ങനെയെല്ലാം എല്ലാം എൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്ക് തോന്നേ. ഞാൻ തനിക്ക് വാക്ക് നൽകാം, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ നോക്കിക്കൊള്ളാമെന്ന്. ഇനിയെങ്കിലും ഒന്ന് പറയേ, താൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരുമോ? കഴിക്ക്. ഒന്ന് പറയുന്നേ. അമ്മയാ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ദൈവസന്നിധിയിൽ എല്ലാം അറിയുന്ന ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് രാധിക, നിനക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമോ? ഒരു പയ്യൻ പ്രേമിച്ച പെണ്ണിനെ നാട് മുഴുവനും ചുറ്റിക്കാണിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും, അതും വളരെ സന്തോഷത്തോടെ. റൊമാൻസിന് പ്രിഫറൻസ് കൊടുക്കും. പക്ഷെ നീ അങ്ങനെയല്ല അമർ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നിന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരുമോന്ന് വരെ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന്, നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതൊരു പെൺകുട്ടിക്കും ലൈഫിൽ ഇതിനപ്പുറം വേറെ എന്താ വേണ്ടത്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഞാൻ വാക്ക് തരുന്നു. ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് തീർച്ചയായും വരും. Excuse me, MBBS class. ദോ ആ വഴിയാ സർ. Okay, thank you. അങ്ങനെയാണെങ്കിൽ എനിക്ക് വാക്ക് താ രാധിക. എന്റെ അച്ഛനെ വിളിക്കുന്ന. നീ കോൾ എടുക്ക.
അവരോട് ആരോടും പറയാതെ നിന്റെ കൂടെ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. അവരിപ്പോ അറിഞ്ഞു കാണുന്ന എന്റെ ടെൻഷൻ. അങ്ങനെയൊന്നും അറിയില്ല. നീ ഫോൺ എടുത്ത് സംസാരിക്കാതിരുന്നല്ല പ്രശ്നമാവാ. ഞാനിപ്പോ വരാം. ഹലോ അച്ഛാ. മോളെ രാധികെ, ഞാനിപ്പോ നിന്റെ കോളേജിന്റെ മുന്നിലുണ്ട്. കോളേജിൽ വന്നെന്നോ? എന്തിനാ അച്ഛാ? അതേ മോളെ, ഒരു ബുക്ക് വേണം നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? അത് ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടിയില്ലായിരുന്നു. ഒരു ആവശ്യമായിട്ട് കോടതിയിൽ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കിട്ടി. ഈ ബുക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടല്ലേ നീ എന്നോട് ചോദിച്ചത്. അതുകൊണ്ടാ ഇപ്പൊ തന്നെ തന്നിട്ട് പോവാന്നും പറഞ്ഞ് ഞാനിവിടെ വന്നത്. അച്ഛാ, ഞാനിപ്പോ ക്ലാസ് റൂമിലുള്ളത്. ഓ, സാരമില്ല അച്ഛാ, ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം വാങ്ങിച്ചോളാം. ഇപ്പൊ അത്യാവശ്യം അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ചാൽ മതി മോളെ. വെറുതെ ക്ലാസ് കളഞ്ഞിട്ട് പുറത്തോട്ട് വരണ്ട. ശരി, ഞാൻ പോട്ടെ മോളെ. ശരി അച്ഛാ.